ഹലോ, വെൽക്കം ബാക്ക് ടു ലേഡീസ് പ്ലാനറ്റ്. ഇന്ന് നമ്മൾ ചെയ്യുന്നത് കടലയും മുട്ടയും വെച്ച് നിങ്ങൾ ഇതുവരെ ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലാത്ത ഒരു അടിപൊളി ഈവനിങ് സ്നാക്കാണ് കേട്ടോ. നമുക്ക് എങ്ങനെയാണ് ഇത് ഉണ്ടാക്കുന്നതെന്നുള്ളത് നോക്കാം. വീഡിയോയിലേക്ക് പോകുന്നതിൻ്റെ മുൻപായിട്ട് താഴെ കാണുന്ന ലൈക്ക് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യാൻ മറക്കരുത്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോ കാണുന്നവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഇത് ഉണ്ടാക്കുന്നതെന്നുള്ളത് നോക്കാം. ആദ്യം നമുക്ക് ഇതിലേക്ക് ഒരു ബാറ്ററാണ് റെഡിയാക്കേണ്ടത്. അതിന് വേണ്ടിയിട്ട് 1/2 കപ്പ് കടലമാവ് ഒരു ബൗളിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ അരിപ്പൊടി ചേർക്കാം. 1/2 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി ചേർത്ത് കൊടുക്കാം. ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഒരു നുള്ള് ബേക്കിംഗ് സോഡ ചേർത്ത് കൊടുക്കാം. നമ്മുടെ ഈ ഒരു ബാറ്ററിന് നല്ലൊരു സോഫ്റ്റ്നെസ് കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. 1/2 ടീസ്പൂൺ കറുത്ത എള്ളും 2-3 തണ്ട് കറിവേപ്പിലയും കൂടെ ചേർത്തിട്ട് നമുക്കിതെല്ലാം കൂടെ നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. എന്നിട്ട് ഇതിലേക്ക് കുറേശ്ശെ വെള്ളം ചേർത്തിട്ട് നമ്മൾ ബജിയൊക്കെ ഉണ്ടാക്കാൻ മാവ് ഉണ്ടാക്കൂലേ, ആ ഒരു പരുവത്തിൽ നമുക്കിതൊന്ന് കലക്കിയെടുക്കാം. അപ്പോൾ വെള്ളം ചേർക്കുമ്പോൾ കുറേശ്ശെ തന്നെ ചേർത്ത് കൊടുക്കണം കേട്ടോ. കടലമാവിൽ പെട്ടെന്ന് വെള്ളം അധികമായി പോവും. നമ്മൾ മാവ് ഉണ്ടാക്കിയിട്ട് ഒരു 10 മിനിറ്റോളം റെസ്റ്റ് ചെയ്യാൻ വെക്കാം. മാവ് ഉണ്ടാക്കി വെക്കുകയാണെങ്കിൽ ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോഴേക്കും ഈ മാവൊന്ന് ഇരുന്ന് സോഫ്റ്റ് ആയിക്കോളും. ഇനി ഇതിലേക്ക് വേണ്ടത് കടലയാണ്. ഞാനിവിടെ 1/4 കപ്പ് കടല 4 മണിക്കൂർ നേരം കുതിർത്തതിന് ശേഷം ഒന്ന് വേവിച്ചെടുത്തതാണ് കേട്ടോ. ഈ കടല നമുക്ക് മിക്സിയുടെ ജാറിലിട്ടിട്ട് ഒന്ന് അരച്ചെടുക്കണം. അപ്പോൾ ഒരു മുട്ട കൂടെ ചേർത്തിട്ടാണ് ഞാനിത് അരച്ചെടുക്കുന്നത്. വെള്ളത്തിന് പകരം ഒരു മുട്ട ചേർത്താണ് കേട്ടോ. ഇനി ഇതൊരു ബൗളിലേക്ക് മാറ്റിയിട്ട് ഇതിലേക്ക് 2 കോഴിമുട്ട കൂടെ ചേർത്ത് കൊടുക്കാം. മൊത്തത്തിൽ നമ്മൾ 3 മുട്ട എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് എരിവിന് ആവശ്യത്തിനുള്ള പച്ചമുളകും ഒരു ചെറിയ സവാള പൊടിയായിട്ട് അരിഞ്ഞത് ചേർത്തിട്ട് നമുക്കിത് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. കട്ടയൊന്നുമില്ലാതെ നല്ല പോലെ മിക്സ് ചെയ്തെടുക്കണം കേട്ടോ. അപ്പോൾ ഇത് മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ ഇതിൽ ഉപ്പുണ്ടോയെന്ന് ചെക്ക് ചെയ്ത് നോക്കണം. ഞാനിവിടെ കടല വേവിച്ചപ്പോൾ ഉപ്പ് ചേർത്തിട്ടാണ് കടല വേവിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതുകൊണ്ട് ഉപ്പ് ചേർക്കുന്നില്ല. ചെക്ക് ചെയ്തപ്പോൾ ആവശ്യത്തിന് ഉപ്പുണ്ട്. പിന്നെ എരിവിന് കുറച്ച് കുരുമുളക് പൊടി കൂടെ ചേർത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിത് ഓംലെറ്റ് ഉണ്ടാക്കുന്ന രീതിയിൽ ഒന്ന് വേവിച്ചെടുക്കണം. അതിന് വേണ്ടിയിട്ട് ഒരു കടായിൽ കുറച്ച് വെളിച്ചെണ്ണ ചൂടാക്കിയിട്ട് അതിലേക്ക് നമ്മൾ ഓംലെറ്റ് ഒക്കെ ഉണ്ടാക്കാൻ എഗ് മിക്സ് ഒഴിച്ചു കൊടുക്കുന്ന രീതിയിൽ ഇതൊന്ന് ഒഴിച്ചിട്ട് ഇത് നമുക്കൊന്ന് വേവിച്ചെടുക്കാം. ചെറിയ തീയിൽ വെച്ചിട്ട് വേവിച്ചെടുക്കാം കേട്ടോ. ഏകദേശം ഒരു 5 മിനിറ്റ് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഞാനിത് തുറന്നിട്ടൊന്ന് മറിച്ചിട്ട് കൊടുക്കുകയാണ്. അപ്പോൾ ഇത് മറിച്ചിട്ടപ്പോൾ ആകെ പൊട്ടിപ്പോയിട്ടുണ്ടായിരുന്നു. പൊട്ടിയാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. നമുക്കിത് കട്ട് ചെയ്തെടുക്കാനുള്ളത് തന്നെയാണ്. അപ്പോൾ ഇത് മറിച്ചിട്ടിട്ട് 2 സൈഡും വേവിച്ചതിന് ശേഷം നമുക്കിതൊന്ന് ചൂട് പോയതിന് ശേഷം ഒന്ന് കട്ട് ചെയ്തെടുക്കണം. നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് ചെറിയ കഷ്ണങ്ങളായിട്ടോ നീളത്തിലോ എങ്ങനെ വേണമെങ്കിലും മുറിച്ചെടുക്കാം കേട്ടോ. ഞാനിപ്പോൾ ഇത് നീളത്തിലാണ് കട്ട് ചെയ്യുന്നത്. അപ്പോൾ ഇതെല്ലാം മുറിച്ചെടുത്തതിന് ശേഷം നമ്മൾ ആദ്യം റെഡിയാക്കി വെച്ചിട്ടുള്ള ബാറ്റർ ഇല്ലേ, അതിൽ ഡിപ്പ് ചെയ്തിട്ട് ഫ്രൈ ചെയ്തെടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത്. അപ്പോൾ ഇത്രേ ഉള്ളൂ, വളരെ സിമ്പിളാണ് ഇത് ഉണ്ടാക്കാൻ. അപ്പോൾ ഇത് ഫ്രൈ ചെയ്യുമ്പോൾ മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് ഫ്രൈ ചെയ്താൽ മതി. ഇതിനുള്ളിലുള്ള കടലയും മുട്ടയൊക്കെ നമ്മൾ ഓൾറെഡി വേവിച്ചെടുത്തതാണ്. ആ ഒരു കോട്ടിങ് മാത്രം ഒന്ന് ഫ്രൈ ആയിട്ട് കിട്ടിയാൽ മതിയല്ലോ. അപ്പോൾ അതുകൊണ്ട് മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ഇത്രേ ഉള്ളൂ, കടലയും മുട്ടയും വെച്ച് വളരെ ടേസ്റ്റി ആയിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്ന നമ്മുടെ ഈ ഒരു സ്നാക്ക് റെഡി ആയിട്ടുണ്ട്. തീർച്ചയായിട്ടും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. ഉള്ളിൽ നല്ല സോഫ്റ്റും പുറത്ത് നല്ല ക്രിസ്പി ആയിട്ടുള്ള ഒരു അടിപൊളി ഐറ്റമാണ്. നിങ്ങൾക്ക് ഇഷ്ടമാവും. ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്ത് നോക്കുന്ന സമയത്ത് ഫീഡ്ബാക്ക് അറിയിക്കാനും വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കൂടെ മറക്കരുത് കേട്ടോ. അപ്പോൾ നമുക്ക് അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം. താങ്ക്